ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. റിയയുടെ വീടിൻ്റെ ബാക്ക് യാർഡാണ്. അലങ്കുട്ടൻ്റെ 25th ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ബർത്ത്ഡേ ആഘോഷങ്ങൾക്കൊക്കെ ഓർത്താണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഒരു ബാക്ക് യാർഡ് നല്ല വലുതാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചു. കുറേ നമ്മുടെ ഇന്ത്യൻ മസാലകളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ സൂപ്പർ സ്റ്റോറിൽ പോയി ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഷോപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ബർത്ത്ഡേക്കുള്ള ബാക്കി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. അപ്പോൾ പോണ വഴി നല്ല സ്പീഡിൽ അലങ്കുട്ടനും ജീൻസും സാധിച്ചിട്ടൊക്കെ സ്പീഡിൽ പോകുന്നു. ഞാനൊന്ന് പതുക്കെ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികളാണല്ലോ, അപ്പോൾ ആ ചെടികളെ ജസ്റ്റ് ഒന്നങ്ങ് എടുത്തിട്ട് പോകാമെന്നോർത്ത് അങ്ങ് പോണു. അകത്തേക്ക് കയറിയപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ടൊമാറ്റോ, ഈ ഉള്ളിയൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ വെളുത്തുള്ളി എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത്. നമ്മുടെ കാനഡയിലെ ആ ഫിലിമിൽ സുരാജ് വെഞ്ഞാറുമൂട് പറയണ മാതിരി ഫ്രൂട്ട്സൊക്കെ ഒരു രക്ഷയില്ല, എല്ലാം ഫ്രഷ്, വളരെ ഭംഗിയായിട്ട്. കട്ട് ചെയ്തത് വേണോ, കട്ട് ചെയ്യാത്തത് വേണോ, നല്ല ക്വാണ്ടിറ്റി ഉള്ളത് വേണോ, എല്ലാത്തിനും നല്ല ക്വാളിറ്റിയും കാണാൻ നല്ല രസം. അപ്പോൾ അവർ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് കണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വ്ലോഗ് ചെയ്ത് നടക്കുകയാണ്. എന്തായാലും ഒരു നല്ല സൂപ്പർ സ്റ്റോറാണ്. ഏതായാലും ഓരോ സ്ഥലത്തുനിന്ന് വന്ന സാജിറ്റ എന്തൊക്കെയോ നോക്കുന്നു. റെഡ് അനിയൻ ഭയങ്കര റേറ്റാണെന്ന് പറയും. അവിടെ ഇവർ തന്നെ സെൽഫായിട്ട് കുറച്ച് ഐറ്റം ഉള്ളെങ്കിൽ സെൽഫായിട്ട് ഇവർ തന്നെ പ്രസ് ചെയ്ത് ഓരോന്നിൻ്റെ വിലയും എത്ര ഗ്രാമും എന്നൊക്കെ അടിച്ച് നമ്മൾ തന്നെ എടുക്കണേ. ആളുള്ള കൗണ്ടറും ഉണ്ടെന്ന് പറയണു. ഇവർ പിന്നെ സ്ഥിരം ഇങ്ങനെ ചെയ്യണ കാരണം ഇവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അലങ്കുട്ടൻ അതിൻ്റെ തിരക്കില്ല. അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ വൈകി. അപ്പോൾ എൻ്റെ സൈസ് കണ്ടിട്ടാണോ ഞങ്ങളുടെയൊക്കെ സൈസ് കണ്ടിട്ടാണോ എന്നറിയില്ല. ഏതായാലും ജീൻസും റിയും കൂടെ ഒരു വലിയ പിസ്സ, അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി. ആ പിസ്സ ഡിന്നറിനും പിറ്റേ ദിവസം പണി തുടങ്ങാനുള്ളതാണല്ലോ. അങ്ങനെ അത് ഞങ്ങൾ ആഘോഷമായിട്ട് കഴിച്ചു. ഇപ്പോൾ രാത്രി തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ജസ്മീൻ്റെയും മാർഫിൻ്റെയും വീട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ ആ രാത്രി കാഴ്ചകളൊന്നും എടുത്തതാണ്. ഇതുവരെ നല്ല പകലിൻ്റെ ഭംഗിയല്ലേ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വന്ന് ഇനി നാളെ രാവിലെ തന്നെ തിരിച്ച് ജിൻസിൻ്റെ അടുത്ത് ചെന്ന് അടുത്ത ബർത്ത്ഡേക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കണം. ആസ് യു ഓൾ നോ, ഇന്ന് ഞങ്ങൾക്കൊരു പ്രത്യേക ദിവസമാണ്. ഞങ്ങളുടെ അലങ്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തുത്ത, ജസ്മി, തുത്ത ഹായ് പറയൂ. ഹായ്, ആർ യു ഹാപ്പി? ഹാപ്പി, then you smile, laugh, let me see. Oh my god, we are going, okay? Tutta, where is Ali? You love Ali or Saju uncle? Saju uncle. Ali, you are out. Ali, you're done. You done. അലിയുടെ എല്ലാം ഓ സ്മൈലിംഗ് ഫേസ്, വെരി നൈസ്. ഷോ സ്ട്രോബെറി and strawberry മഞ്ഞ അത് yes, cupcake. Oh, cupcake also there. റൈറ്റിന് 3 ഗ്രേഡ്. Yeah, Tutta, hi. Say hi. Yeah, hi. ഞാൻ തുത്തയെ കൂടിയാണ്. ഇത് അറിയാലോ, നോക്ക്. What is this? Tutta, what is this? What is that? Knife. Okay. ഇന്ന് ഞങ്ങളുടെ പ്രത്യേകത ഏപ്രിലൊക്കെ ഇട്ടിട്ടുള്ളത് കാണാലോ. ഇന്ന് എന്താ വിശേഷം തുത്ത? അലീസ് ബർത്ത്ഡേ, റൈറ്റ്? യെസ്, ബർത്ത്ഡേ. അങ്ങോട്ട് നോക്കിക്കോ, സാജു അങ്ങോട്ട് നോക്കിക്കോ. അലീസ് ബർത്ത്ഡേ. അപ്പോൾ വി ആർ ഗോയിങ് ടു മേക്ക് ഡിഫറെന്റ് ഡിഷസ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതല്ല എന്താ
കേരള ഫുഡ്. വേറൊരു പരിപാടി ഇല്ല, നമ്മൾ കേരള ഫുഡ് ഉണ്ടാക്കണേ. അപ്പൊ അതിന് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. തുത്ത വിൽ സിറ്റ് ഹിയർ. ഓക്കെ, കാണിച്ചു കൊടുക്കണ്ടേ? തുത്തേ മതി. അല്ലി ഈസ് വാട്ട് ഈസ് മൈ. ഓക്കെ, ഒരു വേഷം കിട്ടും. No, the Tutta will be sitting here. Tutta, are you okay? Yes, and look at the. Okay. അപ്പോ ഞങ്ങൾ ഓരോന്ന് ചെയ്യാൻ പോവാണ്. അലൻ, ഇത് ബീഫ് ഓർ പോർക്ക്? ബീഫ്. ഇത് ബീഫാണ്. ഇതെല്ലാം കട്ട് ചെയ്യണം കേട്ടോ. അത് നോക്കി കഴിഞ്ഞപ്പോ അവനെ കാണാൻ വന്നതല്ലേ, ഒരു പണി ചുമ്മാ കൊടുത്തേക്കാം. ഇത് കട്ട് ചെയ്തൊന്നും ഈ നാട്ടിൽ കിട്ടില്ല. നമ്മുടെയൊക്കെ ലുലുവിൽ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യും. കാനഡ എന്ന് വെറുതെ പറയുന്നതാണ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പോട്ടെ, എന്തെങ്കിലും പോട്ടെ. പിന്നെ ഇത് ചിക്കൻ. ദിസ് ഇസ് ഫോർ തന്തൂരി പ്രിപ്പറേഷൻ. ഇത് ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അത് കാണാനില്ലല്ലോ. 1 minute. ദിസ് ഇസ് പൊംപാന. ഇതാണ് നമ്മൾ പൊള്ളിക്കാൻ പോകുന്ന ഫിഷ്. എങ്ങനെയുണ്ട് ചേട്ടായി, കാണിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ ആഗോലി എന്ന് പറയും. പോംഫ്രറ്റ്, ഇവിടെ പൊംപാന. പേടിക്കണ്ട കേട്ടോ, റൈസാ. ഞങ്ങളുടെ കൊച്ചു പേടിക്കൊന്നുമില്ല. ഓക്കെ, യുവർ ഓക്കെ? യെസ്, ഓക്കെ. അപ്പൊ കട്ട് ചെയ്യൂ. കൊച്ചിനെടുക്കട്ടെ. ഇവിടെ നിന്ന് ബുച്ചറെ കൊണ്ടുവന്നിരുന്നു. പുള്ളി ഭയങ്കര നന്നായിട്ട് കട്ട് ചെയ്യുന്ന ഒരാളാണ്. ആവേശത്തിന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള സന്തോഷമാണ് ഇവിടെ കാണുന്നത്. സാച്ചിട്ടേ, ഇതേതാ? പിഗ്. പോർക്ക്. ഇത് ഭയങ്കര ഇഷ്ടമാണോ ഈ പോർക്ക്? കണ്ടിട്ട് എങ്ങനെയുണ്ട്? നാട്ടിലെ പോർക്കാണോ ഈ പോർക്ക്? അയ്യോ, അതൊരു ദ്വയാർത്ഥമായി പോയിട്ടോ ദൈവമേ. ഞാൻ തന്നെ എനിക്ക് കുഴി തോണ്ടി. ഓക്കെ, അപ്പോൾ അതേതായാലും പോർക്കിന്റെ കട്ടിങ് നടക്കട്ടെ. നമ്മൾ അടുത്തയിലേക്ക് പോവാം. അപ്പോൾ ജസ്മി ഇത് ചിക്കൻ ഇതിലേക്ക് കയറിയേക്കാണ്. ഈ ചിക്കൻ തൈസിൻ്റെയൊക്കെ എന്താ പറയുക, നമ്മൾ സ്കിൻ കളഞ്ഞിട്ട് വേണം നമുക്ക് തന്തൂരി ഇതിലേക്ക് ചെയ്യാനായിട്ട്. മീറ്റ് മിസ്റ്റർ അലൻ ആൻഡ് അവർ ഹൗസ് ഓണർ. ഈ മുഖം കാണാൻ ഇല്ല, ബാക്കേ കണ്ടുള്ളൂ. പിന്നെ നമ്മുടെ ഹൗസ് ഓണറിന്റെ വൈഫാണ് പുള്ളിക്കാരിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയാ കിച്ചൺ. നിമിഷ നേരം കൊണ്ട് നമ്മൾ പരിപാടി തീർക്കണമെന്ന് നോക്കി. ഇറ്റ് വിൽ ബി എ ബിഗ് ഡിസാസ്റ്റർ ഐ തിങ്ക്. റിയ മോളെ, നിന്റെ അടുക്കള നീ കണ്ടോളൂ. ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ഇത് ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൊംപാന. ഇതിനെ വേണം വൃത്തിയാക്കി കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ. അതുപോലെ തന്നെ ഇവിടെ എല്ലാ സാധനവും ജിഞ്ചറൊക്കെ എന്നാ വലുതാണെന്നറിയാം. അതിനുള്ള സാധനങ്ങളൊക്കെ അടുക്കിയെടുത്ത് വെച്ചപ്പോൾ ഞാൻ ആ ജിഞ്ചർ തന്തൂരി ചിക്കൻ്റെയാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നതാണ്. തന്തൂരി ചിക്കനാണ് അലങ്കുട്ടിന് ഭയങ്കര ഫേവറേറ്റ് ആണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഫ്രം ഇന്ത്യ ബേക്കേഴ്സിൻ്റെ തന്തൂരി ചിക്കൻ, അതാണ് നമ്മൾ ആ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ പോണേ. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ കൂടെ നമുക്കറിയാലോ സോൾട്ടൊക്കെ ഓൾറെഡി ഉണ്ട്, പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ തൈര്, അതാണ് മിക്സ് ആക്കണം. ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ദിസ് ഈസ് വെരി നൈസ്. എന്താ പറയാ, എന്റെ സൈസിലുള്ള വെളുത്തുള്ളി എന്ന് വേണേ പറയാം. അടിപൊളി. അപ്പൊ ദിസ് ഈസ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നു, ഇവിടെ മാരിനേറ്റ് ചെയ്യുന്നു. എല്ലാ ഭാഗവും പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഈ ട്രേയിലേക്ക്. ഈ ട്രേ അടിപൊളിയാട്ടോ. ഇത് റാപ്പ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ആവശ്യം കഴിയുമ്പോൾ വെക്കുന്നു. ഇത് എനിക്ക് തോന്നണേ ഒരു എത്രയാവും പറഞ്ഞത്, 48 പീസസോളം ഉണ്ട്. അപ്പൊ ഞങ്ങൾ പൊളിക്കും. ഈ മീൻ അവിടെ കട്ട വെയിറ്റിങ്ങിലാണ്. ഇത് കഴിഞ്ഞ് അപ്പം തന്നെ മീനിൻ്റെ അടുത്തേക്ക് പോകണം. ആവട്ടെ, കഴിഞ്ഞു. മീനിൻ്റെ ഒരു ഫ്രഷ്നെസ് കണ്ടോ,
എന്താ എൻ്റെ അമ്മോ, ഒന്നും പറയില്ല. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇത് ഫുള്ള് പൊള്ളിക്കാനല്ലേ, മുറിക്കുന്നില്ലല്ലോ. അപ്പൊ ഫുള്ള് പൊള്ളിക്കുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ മതി, ഇതിന്റെ കട്ടി എന്ന് വെച്ചാൽ. ഇത് ഈ പോംഫ്രെറ്റിന്റെ ഈ ഭാഗമൊക്കെ നല്ല എന്താ പറയാ സോഫ്റ്റാ. അപ്പൊ അത് നമ്മൾ കളയേണ്ട കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് സാജറ്റായി ദിവനെ ഇതിങ്ങനെ ഒന്ന് കാണിക്കാം. അപ്പൊ ഇതിപ്പോ ഇത്തിരി ഫ്രീസ്ഡ് ആയതുകൊണ്ടാ. അപ്പൊ ഇതും എടുത്ത് കളഞ്ഞ് നമ്മൾ ടക്ക ടക്ക ടകാന്ന് പറയും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇടവേളകൾ ആനന്ദപ്രദമാണ്. നല്ല വിശപ്പ്. ഇവിടെയാണെങ്കിൽ എന്താ നമ്മൾ സമ്മറായിട്ടാണ് തോന്നുന്നു. അടിപൊളി വൈനും റെഡ് വൈനും മാർട്ടിനി. അടിപൊളി. അപ്പൊ അതെ, ഫിഷ് നല്ല രസമായിട്ട് ക്ലീൻ ആക്കി വെച്ചേക്കണം. ഇനി അത് വരയാണ്. അതെ, ഇതേ സ്റ്റൈലിൽ വരയും. ഞാൻ രണ്ട് സൈഡിൽ നിന്ന് ഇതേ സൈഡിൽ ഇതേപോലെ വരഞ്ഞ് നല്ല കറക്റ്റായിട്ട് നമ്മൾ അതിനകത്തേക്ക് വെക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ മാരിനേഷനാണ് നോക്കണേ. അതിന് നമ്മൾ ഓൾറെഡി മസാലയിൽ കുറച്ചുകൂടെ പൊടി ഇടും മസാല ഉണ്ടാക്കുന്ന സമയത്ത്. ഇത് ഫിഷ് പൊള്ളിച്ചതാണ്, എന്നാലും മാരിനേഷൻ്റെ സമയത്ത് ഒരു 2 സ്പൂൺ ആവാം. ഇത് നമ്മളുടെ എന്താ കാശ്മീരി ചില്ലി, ഇത് ഇവിടുത്തെ പൊടിയാല്ലേ, കാശ്മീരി ചില്ലി. പിന്നെ നമ്മളിനി എന്താണ് സോറി ഞാൻ വെച്ചേക്കാം. അടുത്തത് ടേമറിക് പൗഡർ, അതൊരു ഇത്തിരി ഇടുക. അത് മാരിനേഷൻ സമയത്ത് ഇടാം. ഇത് സാറാസിൻ്റെ ഫിഷ് മസാലയാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത്. ഇതെന്തായാലും ഒരു എന്താ പറയുക, നമ്മുടെ ഉലുവാപ്പൊടിയും അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അതൊരു 2-3 സ്പൂൺ ഇട്ടു. ഇനി ബ്ലാക്ക് പെപ്പർ ഇടണു. അതും ആ മാരിനേഷൻ്റെ സമയത്ത് അത് നല്ലതാണ്. ഓക്കെ, ലെമൺ സ്ക്യൂസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി അതിനകത്തിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ വറക്കാൻ വേണ്ടി വയ്ക്കും. ദാറ്റ്സ് ഓൾ. അതിൻ്റെ ഇടയ്ക്ക് ഇടവേളകൾ ആനന്ദപ്രദമാക്കാൻ നമ്മളിങ്ങനെ ലേശം വൈകും. അപ്പം മീൻവെയിൽ ഉച്ച സമയമായി. നമ്മുടെ ജിൻസിനൊക്കെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, അവർക്കൊന്ന് പുറത്തേക്ക് പോകണം. അപ്പം നല്ല തിലോപ്പിയ മീൻകറി. യെസ്, എങ്ങനെയുണ്ട് ജിൻസേ? പൊളി. പിന്നെ അതെ നമ്മുടെ നാടൻ കുത്തരി. അയ്യോ, ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് കേരളത്തെ പരിപ്പ് ചീര, ഗൃഹാതുരത്വം. നോ വേർഡ്സ്. ആ ഫിഷ് ക്ലീൻ ചെയ്ത 2 പേര് ഒരേ വിഭാഗക്കാരായതുകൊണ്ട് അവർ പരന്ന് നടക്കുകയാണ്. അവരിനി സെൻറ്റൊക്കെ അടിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഫിഷിൻ്റെ മാരിനേഷൻ നടക്കുകയാണ്. അടുത്തത് പോർക്കിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളകുപൊടി ആദ്യം ചൂടാക്കുന്നു. മല്ലിപ്പൊടിയല്ല, മുളകുപൊടി മല്ലിപ്പൊടി. അപ്പോൾ ഇത് നമ്മളൊരു 6 കിലോ പന്നിയുണ്ട്. പന്നിയിലേക്കുള്ള സാധനങ്ങളാണ് പിങ്ക് സോൾട്ട്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇതങ്ങ് മാരിനേറ്റ് ചെയ്യാൻ പോവാം. നമ്മുടെ പൊമ്പാന ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കനേഡിയൻ കറി ലീഫിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരല്പം മാരിനേറ്റ് ചെയ്തിട്ടുള്ളൂ, അധികം ചെയ്തിട്ടില്ല. ഇത് ഫ്രൈക്കുള്ളതാണ്. പോർക്ക് ഓൾസോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റൂമിൽ നമ്മുടെ ഷെഫ് റെഡിയാണ്. ഹായ് സാജോർജ്, ഹൗ ആർ യു? എൻ്റെ അമ്മേ, ഇത് പെട്ടെന്നാവൂലോ. ഓക്കെ, ഇത് അടച്ചിടേണ്ട വന്നു അല്ലേ? ഓക്കെ, ബീഫ് റെഡി.
എന്തായാലും ഈ ഔട്ട് ഹൗസ് ഉണ്ടായിരുന്ന കാരണം ഇതിന് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാൻ എടുത്ത സ്റ്റൗവും പാത്രങ്ങളും ഒക്കെയാണ് കണ്ടത്. ഉരുളിയൊക്കെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയതാണ്. ഏതായാലും ഓരോരുത്തരും മാറി മാറി ബാറ്റ് ചെയ്യാനും ഒക്കെ പറ്റി. തുത്തതേ അവിടെ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ നമ്മൾ കുറച്ച് സാധനങ്ങളാക്കാമെന്ന് ഓർത്ത് അങ്ങനെ ബീഫ് റെഡിയാക്കി വന്നപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടി. അപ്പം എന്നാൽ ഓർത്ത് എന്നാൽ പിന്നെ കപ്പ ഇപ്പം തന്നെ ഇട്ടേക്കാം, കപ്പ പിറ്റേ ദിവസം ഇടാമെന്നൊക്കെ പറഞ്ഞ് പരിപാടി തുടങ്ങിയതാണ്. കപ്പയും ഇട്ടേക്കാം. ഏതായാലും കളിയും നന്നായിട്ട് നടക്കണം. എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ വിശപ്പുണ്ടാവും. എല്ലാ ഐറ്റവും കൂടെ പിറ്റേ ദിവസത്തേക്ക് ആക്കിയാൽ ചിലപ്പം വയറിൽ സ്ഥലമില്ലെങ്കിലോ എന്ന് ഓർത്ത് നേരെ ഞങ്ങൾ കപ്പയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലൻകുട്ടൻ്റെ ബർത്ത്ഡേക്കുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇത് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്താ പറയുക ഉരുളി കേരളത്തിലെ പങ്കായം നമ്മുടെ എന്താണ് കുട്ടനാടൻ പുഞ്ചയിലെ ബോട്ട് റേസ് ദാറ്റ്സ് കോൾഡ് ചട്ടുക. അപ്പോൾ ഇപ്പം നമ്മൾ പോർക്ക് വിത്ത് തേങ്ങാക്കൊത്താണ്. പോരെ കൊച്ചൊന്ന് കാണട്ടെ. പോർക്ക് വിത്ത് തേങ്ങാക്കൊത്താണ് കേട്ടോ. ജൊഹാൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാ. ഓക്കെ, അവൻ കളിക്കണോടത്ത് ഓടി വന്നതാണ്. സോ വെളിച്ചെണ്ണ നല്ല ചൂടായപ്പോൾ വെളിച്ചെണ്ണ കാണുന്നുണ്ടോ അതിനകത്ത്? വെരി ഗുഡ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം തന്നെ ഇതിന് സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മൾ പെരുംജീരകം എന്ന് പറയുന്ന സാധനം ഇടും. വാട്ട് ഈസ് ഇറ്റ്? പെരുംജീരകം. അപ്പൊ നമ്മള് കടുകല്ല, നമ്മൾ കണ്ട പെരുംജീരകം കൂടെ പെടാന്ന് പൊട്ടും. ഓക്കെ ഓക്കെ, സാഹചര്യം ഒന്ന് ഇങ്ങോട്ട് കാണിക്കും. പെരുംജീരകം ഒന്ന് പൊട്ടിക്കോട്ടെ. ഓക്കെ, then put some chili. 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 That's good. Okay. But the actual real name is called pepper. This is red chili. Okay, red dried chili. This is just for the seasoning we do. Okay, crushed chili we are using, but this is very nice. Okay, that's good. Then we will be just doing like this. Okay, when it is little bit okay, we will keep the gingerum വെളുത്തുള്ളി പേസ്റ്റും ഓൾറെഡി നമ്മൾ What we call it in Canada? Ginger. Ginger, yeah. This is called ginger and garlic. Yeah. Yeah. There's two names for it Yeah. in Canada. Ginger and garlic already ഉണ്ട്. പക്ഷെ നമുക്കൊരു എന്താ പറയാ കുഞ്ഞുമണി ചേട്ടാ, ഈ സെറ്റപ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാൻ? അടിപൊളി സെറ്റപ്പാണ്. നമുക്കിത് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. ഉണ്ടായിക്കൊണ്ടൊരു അടിപൊളിയാണ്. ഉരുളി കൊള്ളാണ്ട് ഞങ്ങൾ ഇതിന് ചെറുതാക്കി മേടിച്ചു. ഈ കൂടെ ഹാപ്പി ബർത്ത്ഡേ സൗണ്ട് വെക്കിട്ടല്ല. എടാ, ഇത് ഞങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ടുമില്ല. കരയുവാണോ? അല്ല, ഇതെന്താ ഒരു ഭാഗമാണ്.
അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അലൻകുട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാനും കുർബാന കാണാനും ഒക്കെ ആയിട്ട് തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോന്നു. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതേ ഉള്ളൂ. എന്താ പറയുക, ഒരു നല്ല സന്തോഷത്തിൻ്റെ സമയം, ഒത്തിരി കാലം ആഗ്രഹിച്ച ഒരു കാര്യം. അതുപോലെ അവിടെ ആദ്യമായിട്ടൊരു പള്ളി വിസിറ്റ് ചെയ്യണു. ലില്ലിപ്പൂ വെച്ചിട്ട് സെയിൻറ്റ് ജോസഫും നമ്മുടെ മാതാവും എല്ലാം പ്രാർത്ഥനകളും ഒക്കെ ഒരേപോലെ തന്നെ മനസ്സിനെ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക സന്തോഷം തരുന്ന രീതിയിൽ ഒരു വലിയ സന്തോഷമായിരുന്നു. നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്താൽ അച്ഛൻ വരും. അച്ഛൻ വന്നു കഴിഞ്ഞിട്ട് അലൻകുട്ടന് ബ്ലെസ്സിങ്സ് കൊടുത്തു. അങ്ങനെ വി വർ സോ ഹാപ്പി. നമ്മളുടെ പാരിഷ് പോലെ തന്നെ നമ്മൾക്ക് പാരിഷിൽ ഇതുപോലെ കുടുംബ യൂണിറ്റ് ഉള്ള പോലെ അവിടെയൊക്കെ കുടുംബ യൂണിറ്റും ദൈവവചനങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പയ്ക്ക് അലൻകുട്ടൻ അതൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഏതൊക്കെയാണ്, എത്ര പേരുണ്ട്, എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ നിന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ അലൻകുട്ടൻ്റെ ബർത്ത്ഡേയുടെ 1, 2, 3 ഐറ്റംസും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ളൊരു കടയിലേക്ക് പോന്നു. എൻ്റെ ഈശോയെ, എനിക്കൊന്നും പറയാനില്ല. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ടികൾക്ക് മാത്രമുള്ളൊരു പാർട്ടി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയാണ്. എന്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റും, എന്തൊക്കെ കാണാൻ പറ്റും, അയ്യോ ഒന്നും പറയണ്ട. ഈ ഇഷ്ടം പോലെ സാധനങ്ങൾ, അവർ കുറച്ച് സാധനങ്ങൾ എടുക്കണതിൻ്റെ ഗ്യാപ്പിൽ തന്നെ ഞാൻ അതിൽ കൂടെ ഓടി നടന്ന് തീം ബേസൊക്കെ ഉണ്ട് കേട്ടോ. ഈ കനേഡിയൻ ഡേ വരെയാണ്. അപ്പോൾ അതിനുള്ള തീം അനുസരിച്ച് റെഡ് ആൻഡ് വൈറ്റ്, ബ്ലൂ, ഗോൾഡൻ, വാട്ട് എവർ ഓൾ തിങ്സ് നമുക്ക് എന്തൊക്കെ വേണോ അതങ്ങ് അവിടെ ചെന്നാൽ മതി. അതിലവർ നല്ല കറക്റ്റായിട്ട് ചെയ്തു തരും. എന്തായാലും ഒത്തിരി ഇഷ്ടമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത്രയും ഉള്ള ഒരു കട നമുക്ക് ഇവിടെയെങ്ങും ഇല്ല. ഇത്രയും കളേഴ്സും കളർ കോമ്പിനേഷൻസും അതെല്ലാം, ബെൽറ്റ് അല്ലെങ്കിൽ ഹാറ്റ്, ഗിഫ്റ്റ് എല്ലാം ഒരേ കളറിലുള്ളതുണ്ട്. പേപ്പർ പ്ലേറ്റ് വരെ അതേ രീതിയിലുള്ളത്. എന്താ പറയുക, നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്ന് കാണാൻ പറ്റുന്നതെല്ലാം ഒരു കുറഞ്ഞ സമയം കൊണ്ട്. ഏതായാലും കാഴ്ചകളൊക്കെ മതിയെന്ന് പറഞ്ഞ് അലൻകുട്ടനും അപ്പയും തിരക്ക് പിടിക്കണം. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെന്നിട്ട് വേണം ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും വീട്ടിൽ ചെയ്യാൻ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കാണ് എല്ലാവരെയും വിളിച്ചേക്കണത്. നമ്മൾ മാരിനേറ്റ് ചെയ്തൊക്കെ ഫ്രീസർ Wow! Really okay? It's not acting. So refreshing. No words in the dictionary. Ria. Thank you. Perfect call. അലൻ്റെ ബർത്ത്ഡേ പ്രിപ്പറേഷൻസാണ് നടക്കുന്നത്. ആ ബലൂൺ അനങ്ങുന്ന കണ്ടോ? അതിനകത്തൊരു മനുഷ്യ സ്ത്രീ ഉണ്ട്. താഴ്ത്തിക്കിടും, നോക്കട്ടെ, കുട്ടിയുടെ മുഖം നോക്കട്ടെ. ആയി എടാ, അടിപൊളി.
the seasoning only. Wow, tomatoes. നമുക്കത് വാഷ് ചെയ്ത് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. വാ, ഇത്തിരി ഭംഗിയുണ്ട്. ഇത്തിരി തണുപ്പ് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ആ ടൊമാറ്റോൻ്റെ ആ ഓരോ സംഭവങ്ങളും ഇരിക്കണമെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. വെരി ഗുഡ്, വെരി എക്സലന്റ്. Chef is back, okay? So I'm going to take the tomato, and because of the beautiful, we are just making this, okay? റേറ്റാണ് കേട്ടോ ഇവിടെ. പക്ഷെ ഇത് ജന്മം ചെയ്താൽ ഇത് വാടുന്നില്ല. നമ്മൾ ഇത്രയും തീയിൽ ഇങ്ങനെ ഇട്ടിട്ടും അതെല്ലാം വാടുന്നില്ല. അതിനെക്കുറിച്ച് ഞങ്ങളൊരു എന്താ പറയുക, നമുക്കൊരു ചെറുതായിട്ട് ചിന്തിക്കണം. ഷെഫ്, ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള പകുതി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫിഷ് പൊള്ളിച്ച കുറച്ച് ബനാന ലീഫുണ്ട്, പക്ഷെ അതൊരു സ്പ്ലിറ്റ് പോലെ തോന്നണേ. നോക്കാം എത്രത്തോളം പറ്റും, അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഒനിയൻ കാണിച്ചോ ആനി? ദിസ് ആനി. ഓക്കെ, ശരിക്കും ആവാത്തതിൻ്റെ ഒരു വിഷമം. ഇത് നോക്കിയാട്ടെ, നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയ മാതിരിയാവും. എനിക്കാണെങ്കിൽ ഈ ഒണിയനിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങണം, അല്ലാതെ എന്തായാലും നോക്കാം. കുറച്ച് നേരം ഒന്ന് നോക്കിയിട്ട് അവിടെ നോക്കട്ടെ. തക്കാളി ഒന്ന് പതുക്കെ, തക്കാളി നിരത്തിയിരുന്ന് എടുത്താമോ എനിക്കറിയില്ല. തക്കാളി ഒന്ന് പതുക്കെ ആയി വരുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ അരച്ചിടുന്നത് ദിസ് ഈസ് കാഷ്നട്ട്. ഓക്കെ, കാഷ്നട്ട് ഇപ്പം നമുക്ക് ഫ്രൈ ചെയ്യാത്ത കാഷ്നട്ട് കിട്ടുമല്ലോ, ഇവിടെ ഫ്രൈ ചെയ്തതേ കിട്ടുള്ളൂ. അപ്പം നമ്മളത് പൊടിച്ചു. ഇതൊക്കെ നമ്മൾ എത്രത്തോളം കാഷ്നട്ട് ചേർക്കണോ നമ്മളുടെ ആ ഫിഷ് പൊള്ളിച്ചതിന് അത്രയും രുചി വരും. അപ്പോൾ അത് വറുത്തതുകൊണ്ട് പിന്നെ അത് മൂക്കാനൊന്നും, നമ്മുടെ പച്ച കാഷ്നട്ട് ആണെങ്കിൽ അതൊന്ന് മൂക്കാൻ വേണ്ടി നമ്മൾ ചേഞ്ച് ആയിട്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടാൽ മതി. ദെൻ ദിസ് ഈസ് ദ കോക്കനട്ട് മിൽക്ക്. അതും കൂടെ ഒഴിച്ചാൽ ആ ഗ്രേവി നല്ല ടേസ്റ്റ്. ഗ്രേവി ഇങ്ങനെ നല്ല എന്താ പറയുക, എല്ലാം മിനിമൈസ് ചെയ്ത് കടയിനകത്തേക്ക് കാണിച്ച് ഗ്രേവി നല്ല ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നല്ല കൺസിസ്റ്റൻസി ആയിരിക്കും ഗ്രേവിക്ക്. ഓക്കേ,
നമ്മളുടെ ഇതിനൊന്ന് ജസ്റ്റ് നമ്മളുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ആ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി. ഇതാവുമ്പോൾ നമ്മൾ ഇത്തിരി നേരം ഉണ്ട്. ദിസ് ഇസ് തണുപ്പ് കാരണം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ്. അവിടെ നമ്മൾ തൂശിനിലയിലൊക്കെയാണ് ചെയ്യുന്നത്. അത് തൂശിനൊന്നും നടക്കില്ല. സോ ടേക്ക് സം this thing and we have to first make a bed for what? This fish to sleep. Okay, we made a bed. It's good bed. Okay, then for the beauty, yeah, that's nice. Then we are going to take a fish. I'm going to keep it over there. Then again one more bed on the top. Okay. How is it, Jasmi? Looks yummy. Wow. So we are done. And again 2 more tomatoes. Okay. Yeah. That's nice. And potato. അപ്പോൾ അത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് 2 ബിരിയാണി പോട്ട് വെച്ചു. ആ 2 ബിരിയാണി പോട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ച് നമ്മൾ മീൻ പൊള്ളിച്ചു. ഇനി ബാക്കി എല്ലാ വിശേഷങ്ങളും ബർത്ത്ഡേയുടെ വ്ലോഗിൽ കാണാം. ബൈ.